ഇതൊരു റോഡാണോ സാർ? 2 പ്രാവശ്യം യാത്ര ചെയ്ത് ആശുപത്രി കയറേണ്ടി വരും. പൊന്നാ, ഇത് നമ്മുടെ നാട്ടിലെ KSRTC ബസിന്റെ അപ്പൂപ്പനാ. അപ്പൂപ്പനല്ല, നടു റോഡിൽ ഇത്രയും വലിയ കുഴിയോ? കൊല്ലാൻ വന്നിരിക്കുന്നു. എന്റെ പൊന്നാ, ഇതിപ്പോ 2 വീട് ഒരുപോലെ ഉണ്ടല്ലോ. ഇതിലേതാണ് ദേവരാജന്റെ വീട്, ഏതാണോ അളയന്റെ വീട്? നിന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ ദേവരാജന്റെ വീട് 6-ാം നമ്പർ വീടാണെന്നല്ലേ പറഞ്ഞേ? അതാണ് 6. ഒന്ന് നിന്നേ. അന്ന് നിന്റെ കൂട്ടുകാരൻ കല്യാണത്തിന് അയച്ചപ്പോ പെണ്ണിന്റെ പേര് നമ്മളോട് പറഞ്ഞില്ല, ഓർമ്മയുണ്ടോ? സോ അവൻ നമുക്കിട്ട് പണിതു. അതുപോലൊരു പണി നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 6 അല്ല 9 ആയിരിക്കുമോ എന്ന് എന്റെ മനസ്സ് പറയുന്നില്ലയാ. Are you sure, Mr. പൊന്നൻ? വെള്ളം വീണ കണ്ടോ? നമ്പർ 9 തന്നെയാണെന്ന് വരുണദേവൻ പോലും കൺഫേം ചെയ്തിരിക്കുക. ഈ മരമണ്ഡം പറയുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന നിന്റെ തല പൊതിഞ്ഞു പോളിയാ. നടക്ക് നടക്ക്, മഴ നടക്ക് നടക്ക് നടക്ക്. അത് വന്ന് ഇത് തന്നെയായിരുന്നല്ലേ? വെറുതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോ അപ്പുറത്ത്. അല്ല പൊന്നാ, എനിക്കൊരു സംശയം. എന്താ? ഇത്രയും നല്ല ആൾക്കാരാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഗേറ്റും ഇങ്ങനത്തെ ഗുണ്ടുകളൊക്കെ വെച്ചിരിക്കുന്നത്? എടാ, അപ്പുറത്തെ വീട്ടിലെ ആ അസൂരനാ താമസിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലത്തെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടേ? ആണോ? വണക്കം. നമസ്കാരം സാർ. ഞങ്ങൾ 2 കൊച്ചിന്ന് വരിക. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ അളിയൻ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ആ 8000 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവോ? അത് വന്ന് സാർ, ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്ഥലം ഇവങ്ക അപ്പ വിത്തിരിച്ചു. അതെന്റെ ഫാദറിന്റെ സ്ഥലമാണ് സാർ. ആ സ്ഥലമാണ് നിങ്ങളുടെ അളിയൻ ദേവരാജൻ കൈവശമാക്കി വെച്ചിരിക്കുന്നത്. കൈവശമാക്കി വെച്ചിരിക്കുന്നൊന്നും പറയണ്ടാ, പിടിച്ചു വെച്ചിരിക്കുക ഒണ്ണാക്കമാടൻ. കള്ള ചേറ്റയാ സാറേ, വേറും ചേറ്റ. പേരിട്ടിരിക്കുന്ന കേട്ടില്ലേ, ദേവരാജൻ. വേറും കള്ള മാറിയാ. നമുക്കറിയാത്തവരെ കുറിച്ച് വല്ലതൊന്നും വിളിച്ചു പറയരുത്. എത്രയൊക്കെയാണെങ്കിലും അവർ റിലേറ്റീവ്സ് അല്ലെ, അവർക്ക് ദേഷ്യം വരാതിരിക്കോ? പിന്നെ അവർ നമ്മളെ എടുത്തിട്ടങ്ങ് താങ്ങും. കാര്യം പറഞ്ഞ ഏത് സാറിനും മനസ്സിലാവും, അല്ലേ സാർ? നിങ്ങൾക്ക് ജോലി വളരെ എളുപ്പമാണ് സാർ. ഹോൾഡ് ദിസ്. നിങ്ങളുടെ അളിയനോട് ആ സൈറ്റ് ഞാൻ എങ്ങനെയെങ്കിലും വിറ്റ് തരാമെന്ന് പറഞ്ഞ് ആ പേപ്പറിങ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മതി. അവനെ പഠിപ്പും വിവരമൊന്നും ഇല്ലല്ലോ, ഡംബി ഇംപ്രഷനാന്ന് ഞാൻ അറിഞ്ഞു. ഈ ഡമ്മി പേപ്പർ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒറിജിനലിലേക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയിക്കോളാം. இந்த ഐഡിയ എപ്പിടി ഇருக்கு? സോറി, സാറിന്റെ അളിയൻ ദേവരാജന്റെ പേര് ഓർമ്മയുണ്ട്. എന്നാ സാറിന്റെ പേരെന്താണെന്ന് അങ്ങോട്ട്. ഉങ്ങളുടെ പേരെന്നാ സാർ? ഇതുപോലത്തെ തമാശ കേട്ടിട്ട് കാലം കുറെ ആയി ദേവരാജ. ഈശ്വര, എന്റെ കൂട്ടുകാരൻ കറക്റ്റായിട്ടാ പറഞ്ഞ. 6 തന്നെയാടാ പുല്ലേ. നീ പറഞ്ഞ പോലെ 9 അല്ല. ശബരിമലയ്ക്ക് പോയി സന്നിധാനം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ടാ? എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അത് സരിത സിദ്ധപ്പ. നമ്മളെ കുറിച്ച് ഇവിടെ മാത്രം അറിഞ്ഞാൽ പോരാ, അങ്ങ് കൊച്ചി വരെ തിരിഞ്ചാകണോ? അല്ലെങ്കിൽ ഓരോരുത്തന്മാര് ബാഗം തൂക്കിയതുപോലെ ഇങ്ങനെ ഇറങ്ങിക്കോളും. നമുക്കൊന്ന് ഫേമസ് ആവണം. നല്ല കാര്യം ചെയ്ത് നമുക്കൊരിക്കലും ഫേമസ് ആവാൻ കഴിയില്ല. പക്ഷെ കൊന്നും കൊല വിളിച്ചും ഫേമസ് ആവാം. എന്റെ നാട്ടിൽ വന്ന് എന്റെ സ്വത്ത് കൊണ്ടുപോകണം. നീ കൊന്ന് സുടുകാട്ടിലെ ഉണ്ടി പണമാ പാസ്. വീടന്വേഷിച്ച് ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യമുണ്ടോ? ചൊല്ലിരുന്നിങ്ങനെ വണ്ടി അമിച്ചിരിപ്പല്ലേ? എന്താ മോനെ,
നടന്നൊരുപാട് ക്ഷീണിച്ചോ? സ്വന്തം തൊണ്ടുമായി വെട്ടിവിടുത്ത പന്നികൾക്ക് കൊടുക്കും നിന്നെ. ഉറിഞ്ഞതാ. മനസ്സിലായോടാ? എനിക്കൊന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ തന്നെ തന്നേക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പുള്ളിയോടൊന്ന് വിളിക്കാൻ പറയേ. അവര് പേരനെ തമ്പേ. അയാളുടെ പേരെന്തുവാടേ? അത് പിന്നെ ബാലു. ബാലസുബ്രഹ്മണ്യം. അവൻ ഇനിയും ആശ തീർന്നില്ലേ? അന്തോ ഇടം എന്നോടത്. ഇനി മേലിൽ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും ഞാൻ. എന്താ ഇതൊക്കെ? എന്തിനാ വിഷമിക്കുന്നേ? പഠിച്ചവർ മാറിയിരിക്കീങ്ക. ഒരുപാട് ദൂരത്തുനിന്ന് വന്നിരിക്കല്ലേ. ഇത് നിങ്ങളുടെ നാടാണെന്ന് വിചാരിച്ചോ? നാർക്കാനല്ല. പാവം കുട്ടികൾ. ഇതൊക്കെ എന്റെ സ്വത്ത് വേണമല്ലടാ. എന്നാ തേയിലട നിങ്ങൾക്ക്. അല്ല, എവിടുന്നാ വരുന്നേ? ഞങ്ങളെ കൊച്ചിന്ന് സാറുമായിട്ട് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എവിടെയാ താമസം? ഹോട്ടലില്. ഹോട്ടലിലോ? അത് പിന്നെ ഞങ്ങൾക്കൊരു 5-6-7 ദിവസം പണിയുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ. വാ, വന്ന് ഊണ് കഴിക്കും. ഷുവർ. ചാപ്പാടോ വീണ്ടും കിട്ടുവോ? പേടിക്കണ്ട, ഇവരുണ്ടെങ്കിൽ അയാൾ കത്തിയെടുക്കില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി. ഗോപാല അയ്യാ, ആ ബാലുവും അവന്റെ ഭാര്യയും പിന്നെ അവന്റെ മകളും നാളെ വെളുക്കുമ്പോഴേക്ക് ഇവിടെ ഉണ്ടാവണം. சரிங்க. മിസ്റ്റർ ദേവരാജ്, നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചാൽ പോരായിരുന്നു. ഈ ഗുണ്ടകളെ അയച്ചത് മോശമായി പോയി. ഇതിന് പറയുന്ന പേരാണ് കിഡ്നാപ്പ്. പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയെങ്കിലും ഞാനും ഇപ്പോഴും ഒരു ലോയറാണ്. ഐ വിൽ ടോക്ക് ടു ദ പോലീസ് ആൻഡ് സീ യു ഇൻ ദ കോർട്ട്. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ മേക്ക് എ കാൾ? ഹലോ, എന്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്ന കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മോളെയും ദേവരാജന്റെ ആളുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. ഉടനെ ഇങ്ങോട്ട് വന്ന് ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. എന്തിനത്ര ചിരി? ഞാൻ പറഞ്ഞ കോമഡി അല്ലല്ലോ. കോമഡി ആയതുകൊണ്ടല്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്തെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കാശ് കൊടുക്ക്. അതല്ലാതെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പ്രൊട്ടക്ഷൻ എല്ലാം കേൾക്ക കൂടാതെ. അതുതാ ഇങ്ക സട്ടം. അതെയാ? ഫോൺ വേടാ. ഓ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. ആനന്ദനോട് നിന്നെ ദേഷ്യപ്പെടുന്നേ? ഈ പന്തയം വെച്ച അച്ഛനല്ലേ? എന്നുവെച്ച് എന്നെ കൊലക്കൊടുക്കണമെന്നാണോ? അച്ഛൻ പിന്നെ ഇതിന് ആവശ്യമില്ലാതൊക്കെ പറയുന്നത്. സമീറ, ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കരുത്. വളരെ മോശം. ശരി, നീ പറയുന്നുണ്ട്, മിണ്ടുന്നില്ല. എടാ, എന്റെ മോളെ നീ കൈവശം കൊടുത്ത് മയക്കല്ലേ? വീട്ടിലടാ നിന്നെ ഞാൻ. നീ കാരണം ഇപ്പൊ എന്റെ കുടുംബം തൊലഞ്ഞത്. ഇങ്ങനെ പോയാ നാളെ എന്റെ ശവടക്കലും കൂടി നടക്കും. നിങ്ങൾ പേടിക്കണ്ട സാർ, ഞാനുണ്ട്. നീ ഉണ്ടാവും. പക്ഷെ ഇവന്മാരെന്നെ ഇവിടുന്ന് ജീവനോടെ വിടില്ലല്ലോ. ഏത് നേരത്താണാവോ നിന്നോട് എനിക്ക് ആ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാൻ തോന്നിയത്. അയ്യോ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എന്നെ വിശ്വസിക്കണം. എന്താ ഒരു ശബ്ദം? ചാക്കിയും താഴെ വീണ് കാണുന്നില്ലേ? അയ്യോ, ഞാൻ എടുത്തു വെക്കട്ടെ? നീ ഇതൊക്കെ ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ പൊന്നോ. അയ്യടാ, അതൊക്കെ വേഗം വാരി വെക്ക്. ഞാൻ വേണമെങ്കിൽ പൂങ്കാവനത്തിന് അയക്കാം. പൂങ്കാവനോ എങ്ക இருக்கே?
ശബ്ദം? ഒരു കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയതാന്നേ. എന്നെങ്കി ഇത് കൊച്ചു പിള്ളേരെ പോലെ. ഹാ പൂങ്കാവനോ, ആ സാമ്പാർ പരിപ്പെടുത്തുള്ളവേ. ശരിങ്ങമ്മ. അതെ, സമയം ഇപ്പൊ 2 കഴിയാറായി. നിങ്ങൾ ഊണ് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വള്ളിയെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇപ്പൊ കാപ്പി കുടിച്ചല്ലേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെ ഭാര്യയുടെ വാക്ക് കേൾക്കണം ദേവരാജ. സ്നേഹത്തോടെ വിളിക്കുകയല്ലേ, പോയി കഴിക്കേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സാ, അങ്ങ് കൊച്ചിന്ന് വന്നിരിക്കുക. ഭയങ്കര ക്ലോസാ. ക്ലോസ്. നിങ്ങൾ വാ, ഊണ് കഴിക്കാം. നിനക്കും നിന്റെ ചേട്ടൻ വീരസ്വാമിക്കിടയ്ക്ക് 2 പേരുണ്ടായിരുന്നു. ഞാൻ അവരെ കൊന്നു. 5 വർഷമായിട്ട് വേഷം മാറി നടക്കരുത്. ഞാൻ നിന്നെ കൊല്ലാനായിട്ട് ഇവിടെ ഒരു ജോലിക്കാരനെ പോലെ അഭിനയിക്കുകയായിരുന്നു. ഇത്രയും ദിവസം എന്നെ കൊല്ലാൻ വേണ്ടി പതുങ്ങിയിരിക്കായിരുന്നു അല്ലേ? ഇനിയത് വേണം. ചേട്ടാ, കോഴിക്കറി എടുക്കട്ടെ? ആ, ഇങ്ങ് എടുത്തോണ്ട് വാ. എന്താടാ നോക്കുന്നേ? ശത്രു പുറത്താണെങ്കിൽ പേടിക്കണ്ട, അകത്താണെങ്കിൽ വെച്ച് കരുത്. നിനക്കും വെക്കട്ടെ? വെയ്യേ, കേട്ടിട്ട് இருக்க. അവൻ എന്തെങ്കിലും ചോദിച്ചു മേടിച്ചിട്ടുണ്ടോ? ரொம்ப நல்லா இருக்கு. ഇവനൊരു രാക്ഷസനാണ്. അവരൊഴിച്ച് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ആയിരിക്കുന്ന കളവിക്കും അറിയാം. സാറ് സൂക്ഷിച്ചിരുന്നോ? അതെടുത്ത് കുത്തിയാലും സാറ് ചാവും. നിങ്ങളെന്താ കഴിക്കാത്തെ? ശവത്തിന്റെ അടുത്തിരുന്ന് എങ്ങനെയാടാ ചിക്കൻ ഫ്രൈ തിന്നുന്നത്? ആ? ഡയബറ്റിക് ആയതുകൊണ്ട് ഡയറ്റിംഗിലാന്ന് പറയായിരുന്നു. ഓ ശരി, നിനക്ക് വെക്കട്ടെ? നീ ആളുകൊള്ളാലോ, അപ്പോഴേക്കും തീർത്തോ? ഉള്ളതെല്ലാം അവന് കൊടുത്താൽ മതിയോ? എനിക്കും കൂടി താടി. തരാന്നേ, പോതുമാ? ഇന്നൊന്ന് പോട്. ശവത്തിന് ചിക്കൻ വിളമ്പെന്ന് ആദ്യമായിട്ട് കാണുക. ഇതെന്നോടല്ല, അവരോട് പറ. ഇതുപോലത്തെ നാരുകളെ അടുത്തിരുത്തി ചോറ് കൊടുക്കുന്ന നാണമില്ലല്ലോ. കൊല്ലോ വേണ്ട. കൊല്ലണ സീൻ കഴിഞ്ഞുപോയി. സാറ് പറഞ്ഞ അവള് കേട്ടില്ല എന്ന് തോന്നുന്നു. അത് പിന്നെ എന്റെ അല്ലേ മോള്. പറയുന്നതും കേക്കില്ല, പറഞ്ഞാലും കേക്കില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. കഴിച്ചോ? ഇതൊക്കെ കാണുന്നതിലും ഭേദം ചാവുമായിരുന്നു. ഞാൻ വിചാരിച്ചേ ഇല്ല. എന്താ ലക്ഷ്മി? ആ, വെള്ളം എടുക്കാൻ. നീ അവിടെ നിൽക്ക്. നീ എന്തിനാ വരുന്നേ? ഞാൻ എടുത്തോണ്ട് വരില്ലേ? എന്തിനാ ആവശ്യമില്ലാതെ അവനവിടെ വെച്ച് കൊല്ലാൻ പോയത്? ആ, ഇതെങ്ങാനും ചേച്ചി അറിഞ്ഞ എന്നെ വിട്ടവളെ. എന്റെ കല്യാണ ദിവസം എന്റെ അച്ഛനവന്മാര് വെട്ടിനുറുക്കി കൊന്നു. കൊല്ലാനായി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ അന്ന് ആ പന്തല് വെച്ച് നിന്റെ ചേച്ചി കരഞ്ഞുകൊണ്ട് എന്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടു. ആരെയും ഞാൻ ഇനി ഒരിക്കലും കൊല്ലരുത്. അതുകൊണ്ടാ ഇതെല്ലാം ഞാൻ അവളുടെ മുന്നിൽ മറക്കുന്നത്. ഡേയ്, ഇവനെ സൂക്ഷിച്ചോ. ഇവനെ പുതച്ചിടുങ്ക. സൊല്ലു തമ്പി, നീ എന്റെ ജീവൻ രക്ഷിച്ചവനാ. വെറും കൈയോടെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എനിക്കൊന്നും വേണ്ട സാർ. അദ്ദേഹത്തിന്റെ പേപ്പേഴ്സൊക്കെ എനിക്ക് കൊടുത്താൽ മതി. കൊടുക്കാൻ പറയണേ, കൊടുക്കാൻ പറയണേ. കൊടുത്തേക്കാം. നിന്നെ
നിന്നെ പോലൊരു ഉശിരം കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ എന്റെ കുടുംബത്തിലൊരാളായ ഇന്തോലകമേ എന്നെ പത്ത്. എന്ന ഒരു ഐഡിയ ഉണ്ട്. 3 അനിയന്മാരെ അവൻ കൊന്നത്. അവനെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ? അവന്റെ പെങ്ങളുടെ കല്യാണ നിശ്ചയല്ലേ വരുന്നത്. അന്ന് ഭക്ഷണം വിളമ്പുമ്പോ അതിൽ വിഷം കലർത്തി എല്ലാത്തിനെയും കൊല്ലും. എന്താ നോക്കുന്നേ? എന്റെ അനിയത്തിയുടെ നിന്റെ നിശ്ചയത്തിനുള്ള മുഹൂർത്തം നോക്കാനാ? വാലിയാ ആരംഭിക്ക. സത്യശ്രീ സാമന്ത്രിയ ശ്രീ സ്വാമി, ശ്രീരാമസംബന്ധം മന്ത്രമൊന്നും വേണ്ട. തീയതി എപ്പോഴാന്ന് പറ. 21:12 സമയം 12 മണി 1 ஆ நிமிஷம். போதும் போதும். ஆ உங்களுக்கும் தங்கச்சிக்கும் நிச்சயம் ஆயிடுச்சு, சரியா? ஆ ஆ பாருங்க பாருங்க. குங்கும பொட்டழகி கோயில் ஜலகலகி சந்தன நிறத்தழகி தந்திட்டமே மாப்பிளைக்கு நலிங்கிடோ வருங்களே மலரஞ்சிதம் சோமசுந்தரம் நலிங்கிட வருங்களே. എടാ നീ അവിടെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്നാ വണ്ടി വാടക പിടിച്ചേ. സാർ ബാക്കി നീ വെച്ചോ. ഇത് ഡീസലിന് പോലും തികയില്ല സാറേ. 50 ലക്ഷത്തിന്റെ ബസ്സിന് വന്നാൽ പോലും ടിക്കറ്റിന് ഞാൻ കൊടുക്കുന്നത് വെറും 100 രൂപയാ. ഓക്കെ സാറേ, വൈ മീറ്റർ കാശെങ്കിലും തന്നിട്ട് പോ സാറേ. KCB-യിലെ മീറ്റർ നിന്റെയൊക്കെ ടാക്സിയിലെ മീറ്ററും കറക്റ്റായിട്ട് ഓടിയിട്ടുള്ള ചരിത്രമുണ്ടായിട്ടുണ്ടോ? ഇത് എന്താ ഈ പറഞ്ഞോണ്ട് പോകുന്നത്? അതെ, പുള്ളിക്കാരൻ FM റേഡിയോ പോലെയാ. ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നല്ലാതെ നമ്മള് പറയുന്നൊന്നും കേൾക്കില്ല. ഇന്നാ താങ്ക് യു മാഡം. എന്താടാ ഇതൊക്കെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? വൃത്തികെട്ട ന്യൂ ജനറേഷൻ സിനിമ പോലെ ചുമ്മാ കാലും കവിച്ചു വെച്ചു ഹോ 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 എന്ന് നടക്കുക. എന്താടാ ഇത് കൊള്ളേ? കുർറാ എന്താ ഫോട്ടോ വാട്ടെ. താനെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വഴിയെ പോകുന്നതിന് പെങ്ങളെ കൊടുക്കുന്നത് തെറ്റില്ല. ഇപ്പൊ ചൂടുവെള്ളം കൊടുക്കുന്നത് തെറ്റാ? ചെറുക്കനെന്താ കുഴപ്പം? നന്നായിട്ട് കത്തി പിടിക്കാറിയാലോ. കത്തി പിടിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ വല്ല പോത്ത് വെട്ടുന്നതിന് കൊടുത്താ പോരെ. വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ വെട്ടാനും കുത്താനും മരുന്നന്മാർക്ക് കെട്ടിച്ചു കൊടുത്താലേ ഈ നാറികളെങ്ങാനും തട്ടിപ്പോയാലുണ്ടല്ലോ പെങ്ങന്മാര് വീട്ടിൽ വന്നിരിക്കും. ഡേ നിന്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ? നന്നായിട്ടൊന്ന് ആലോചിക്ക്. അല്ല ഈ വീടിനകത്തുള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചത്? അവൻ രക്ഷിച്ചെന്റെ ജീവൻ അളിയാ. അറിയാം. അതിനെന്താ ഇപ്പോ? ഞാനും അവരെ കൊല്ലാൻ വേണ്ടി ഒരു 10 പേരെ അയക്കാം. നീ അവരെ പോയി രക്ഷിക്ക്. രക്ഷിച്ചതിന് പകരം രക്ഷിച്ചു. സംഭവം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ ഇവിടെ ജീവനോടെ ഇരുന്നിട്ട് എന്തോലത്താനാ? അളിയന്റെ ഒരു സ്നേഹം. എന്റെ കോമഡി കണ്ട് അളിയനെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി. ചേച്ചിയുടെ ഭർത്താവായിട്ട് നിന്നെ വെറുതെ വിടാ. അല്ലെങ്കിൽ എന്റെ മോനെ. കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിലെ ശവം വീഴരുത് ദേവരാജ. നീ എന്താ പ്രശ്നം? ആ ഊളനെ നിനക്ക് എങ്ങനെ അറിയാം? അവനെന്റെ കൂട്ടുകാരനാ. നിന്റെ കൂട്ടുകാരന്റെ മരമോന്തെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ണാടി നോക്കാൻ നിനക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? അത്രയ്ക്ക് അവന്റെ അടുത്ത് എന്താ ഉള്ളേ? ഇത് എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അത് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ കുഴപ്പമാണോ? അപ്പോ കല്യാണ ചെറുക്കൻ അവൻ തന്നെ. എനിക്കറിയാം. ചിമ്പാൻസി ഷേവ് ചെയ്ത പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഡിസ്കവറി. അവന്റെ തലമണ്ടിക്കിട്ട് ഒരെണ്ണം കൊടുത്ത് അവനെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകൂടായിരുന്നോ? കല്യാണത്തിന് വന്നതാ. കല്യാണം നടത്താൻ വേണ്ടി വന്നതാ. അവന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. എന്താ? അവനെ ഒരു പെങ്കൊച്ചു പ്രേമിക്കുന്നുണ്ട്. അവനെയോ? ഒരു പെണ്ണോ? ലവ്വോ? ആരാടാ ഹതവ? ഇപ്പോഴത്തെ പെമ്പിള്ളേരെ ടേസ്റ്റ് ഒക്കെ മൊത്തത്തിൽ മാറിയിരിക്കുക. കൊച്ചിനെ കണ്ട ഹിന്ദി സീരിയലിൽ വരുന്ന പെമ്പിള്ളേരെ പോലുണ്ട്. ഇവക്ക് ലവ് ചെയ്യാൻ വേറെ മുതലൊന്നും കിട്ടിയില്ലേ? വിധിയാണ് സാർ. ഓഹോ എന്റെ അമ്മോ, ഇതില് റൊമാൻറ്റിക് ഉണ്ടായിരുന്നോ? കണ്ടാ തന്നെ കണ്ണുപൊട്ടി പോവും. ഈ കാര്യം പറഞ്ഞ പെണ്ണിന്റെ പാവം അച്ഛൻ തകർന്ന് തരിപ്പണമായി പോയി സാർ. എന്നിട്ട് അയാളെവിടെ? അവിടെ. നിങ്ങളെ കണ്ട ഒറ്റ നോട്ടത്തിൽ ബുദ്ധിമാനാണെന്ന് മനസ്സിലാവും. നിങ്ങള് ഇവിടെ കെട്ടിയോനാ. കേറി പോടി. എന്റെ പേര് ചന്ദ്രമോഹൻ. സമീറയുടെ അച്ഛനാ ബാലസുബ്രഹ്മണ്യൻ. നിങ്ങളുടെ മോള് പ്രേമിക്കുന്നവന് കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ ചെയ്തത് ശരിയാ. കെട്ടിച്ചു കൊടുത്താ പിച്ചച്ചട്ടി എടുക്കും. സത്യമല്ലേ? ഞാനും അത് തന്നെയാ പറഞ്ഞേ. അവന് നിങ്ങളുടെ മോളെന്നല്ല ആരെ കെട്ടിച്ചു കൊടുത്താലും ഇത് തന്നെ സംഭവിക്കും. അനിയത്തിയുടെ ഗതി ഇത് തന്നെയാ. വേണ്ട വേണ്ട വേണ്ട, കല്യാണം നടന്നില്ലെങ്കിൽ എനിക്ക് പേപ്പേഴ്സ് കിട്ടില്ല. പേപ്പേഴ്സോ? വരണം വരണം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളും മലയാളികളാ. തമിഴ്നാട്ടിൽ വന്ന ശേഷം ഭാഷ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. പെട്ടെന്ന് എടുക്കും. വല്ലി നിന്റെ അമ്മായിയാ.
ഈ പ്രായത്തിൽ അത്രയും വലിയ മോനോ? നിനക്ക് തെറ്റിയതാ. ഇതാ എന്റെ മോള്. അപ്പൊ നിങ്ങൾ ഞാൻ ആനന്ദിന്റെ ഏട്ടത്തിയാ. ഓ അല്ല, അമ്മ വന്നില്ലേ? അമ്മാവ് മരിച്ചിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എൻഗേജ്മെന്റിന് അമ്മ വരും.